Hi students, KEAM plus 2 marks submission ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി വെയിറ്റ് ചെയ്യുന്നത് KEAM റാങ്ക് ലിസ്റ്റിലേക്ക് തന്നെയാണ്. KEAM റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് അലോട്ട്മെന്റ് പ്രോസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം B.Tech കോളേജുകളും കോഴ്സുകളും പ്രോപ്പറായിട്ട് ചൂസ് ചെയ്യുന്നുള്ളതാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആയിട്ടുള്ള കോഴ്സ് എന്ന് പറയുന്നത് മെയിൻലി ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസിൽ തന്നെയാണ്. കുറച്ച് വർഷങ്ങളായിട്ട് കാണപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് വരെ കമ്പ്യൂട്ടർ സയൻസിന് വേരിയൻസ് വളരെയധികം കുറവായിരുന്നു. പക്ഷെ ഇപ്പം KEAMന്റെ അണ്ടറിൽ B.Tech ഓഫർ ചെയ്യുന്ന കോളേജസ് നോക്കിയാൽ തന്നെ കമ്പ്യൂട്ടർ സയൻസിൽ വളരെയധികം വേരിയൻസ് ആണ് കാണുന്നത്. അത് ഏതൊക്കെയാണ് നമുക്ക് KEAMൽ കേരളത്തിൽ കമ്പ്യൂട്ടർ സയൻസും അത് റിലേറ്റഡ് ഉള്ള വേരിയൻസ് ആയിട്ടുള്ള കോഴ്സുകളും നമുക്കൊന്ന് നോക്കാം. സോ മെയിൻലി കമ്പ്യൂട്ടർ സയൻസിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോഡിങ് കാര്യങ്ങളൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റ സയൻസ് ഇങ്ങനെ വരുന്ന എല്ലാ കാര്യങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിൽ നമുക്ക് ഒരു കോഴ്സ് നോക്കാം, വിച്ച് ഈസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ്. കുറേ കോളേജസിലുണ്ട്. അതിൽ ഏറ്റവും ടോപ്പ് റാങ്കിൽ കട്ട് ഓഫ് ആയിട്ടുള്ളത് രാജഗിരിയിലാണ്, രാജഗിരി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ്. വേറൊരു കോളേജുണ്ട്, കോഴ്സുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയും. അത് ഒരു ഗവൺമെന്റ് കോളേജിൽ അവൈലബിൾ ആണ്. നമ്മുടെ MA കോളേജ് കോതമംഗലത്ത് ആണ് ഏറ്റവും ലോവസ്റ്റ് കട്ട് ഓഫ് എന്നുള്ളത്, ഏറ്റവും കൂടുതൽ റാങ്ക് മീൻസ് ഏറ്റവും ഇത് വന്നിട്ടുള്ളത്, മീൻസ് ഏറ്റവും ഹയസ്റ്റ് ഡിമാൻഡ് വന്നിട്ടുള്ളത് MA കോളേജിലാണ്. മറ്റൊരു കമ്പ്യൂട്ടർ റിലേറ്റഡ് കോഴ്സ് എന്ന് പറയുന്നത് സൈബർ ഫിസിക്കൽ സിസ്റ്റംസ് ആണ്. GECയിലുണ്ട് സൈബർ ഫിസിക്കൽ സിസ്റ്റംസ്, ബാക്കി സെൽഫ് ഫിനാൻസിങ് കോളേജസിലുമുണ്ട്. മറ്റൊരു കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ ആണ്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടാണ് ഏറ്റവും ലോവസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. സിമിലർലി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞ കോഴ്സുണ്ട്. അത് കൂടുതലായിട്ടും ലോവസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത് ശ്രീ ചിത്തിര തിരുനാൾ കോളേജാണ്, KSRTC അണ്ടറിലുള്ള ട്രിവാൻഡ്രത്തെ SCT കോളേജും പിന്നെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂരുമാണ് ഈ കോഴ്സുകളിൽ വന്നിട്ടുള്ളത്. ഇനിയുമുണ്ട് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് കോളേജ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വിത്ത് ഡാറ്റ സയൻസ് ആണ്. അത് MA കോളേജ് കോതമംഗലത്തുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം ഉണ്ട്, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കരയിൽ. സിമിലർലി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി ഉണ്ട്. അത് കൂടുതലും കട്ട് ഓഫ് വന്നിട്ടുള്ളത് മുത്തൂട്ട് എഞ്ചിനീയറിംഗ് കോളേജാണ് എറണാകുളത്തുള്ളത്. പിന്നെ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ കോഴ്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എന്ന് പറയും, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറയും. പിന്നെ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ കോഴ്സ് ഉണ്ട്, അത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ്. സിമിലർലി ഇൻഫർമേഷൻ ടെക്നോളജി IT ഉണ്ട്, CS ഉണ്ട്. IT-യും CS-ഉം ആണ് കൂടുതലായിട്ടും കോളേജസിൽ കാണപ്പെടാറുള്ളത്. അതേപോലെ റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ കോഴ്സും ഉണ്ട്. അത് AI ദാറ്റ് ഈസ് RITയിലാണ്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അപ്പം ഒരു സിംഗുലർ കോഴ്സ് അല്ലെങ്കിൽ ബ്രാഞ്ചിന് പകരം വളരെ വെറൈറ്റി ഓഫ് വേരിയൻസ് ആണ് നിലവിൽ ഇപ്പോൾ കേരളത്തിലുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരുപാട് സംശയങ്ങൾ കാണും. ഇപ്പോൾ AI വരുന്ന കോളേജ് നല്ലതാണോ, നിങ്ങൾ കുറേ കാര്യങ്ങൾ കാണും. അപ്പോൾ നിങ്ങൾ അവിടെ ഫസ്റ്റ് മെയിൻലി നോക്കേണ്ടത് അവിടെ കട്ട് ഓഫ് ആയ റാങ്കാണ്. അപ്പോൾ ലോവസ്റ്റ് റാങ്ക് കട്ട് ഓഫ് ആയാൽ അവിടെ കൂടുതൽ ഡിമാൻഡ് ഉണ്ടെന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും വെറൈറ്റി ഓഫ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ നമ്മുടെ പല കോളേജുകളിലായിട്ട്, ഞാൻ ഈ പറഞ്ഞ കോഴ്സുകൾ ഇത്രയും KEAMന്റെ അണ്ടറിൽ ഓഫർ ചെയ്യുന്ന കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കോളേജസ് ആണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ വരാം. നിങ്ങൾക്ക് ബയോമെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡാണ് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. അത് SCTയിലാണ്, ട്രിവാൻഡ്രം SCTയിലാണ് ഏറ്റവും ലോവസ്റ്റ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. മറ്റൊരു കോഴ്സ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പ്രോപ്പറായിട്ടുള്ളത്. മറ്റൊരു കോഴ്സ് ബയോമെഡിക്കൽ ആൻഡ് റോബോട്ടിക് എഞ്ചിനീയറിംഗ് ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ എക്യുപ്മെന്റ്സ്, മെഡിക്കൽ റിലേറ്റഡ് എക്യുപ്മെന്റ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന, റോബോട്ടിക്സിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. പിന്നെ പക്ക ബയോടെക്നോളജി എഞ്ചിനീയറിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജ് അത്യാവശ്യം ലോവസ്റ്റ് കട്ട് ഓഫ് റാങ്കിൽ വന്ന കോളേജസ് ആണ്. ബാക്കിയൊക്കെ കുറേയൊക്കെ സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ്. അപ്പം നിങ്ങൾ ഇത്രയും വെറൈറ്റി അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കോഴ്സസ് കാണുമ്പോൾ ഏതെടുക്കും എന്നൊരു സംശയത്തിൽ നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ലോവസ്റ്റ് കട്ട് ഓഫ് നോക്കുക, അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് അതുമായി ബന്ധപ്പെട്ട പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും നോക്കുക. ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് വന്നാൽ KEAMൽ ഓഫർ ചെയ്യുന്നത് മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ട് നോർമൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ് ഉണ്ട്, മെക്കട്രോണിക്സ് ഉണ്ട്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, SCT നേരത്തെ പറഞ്ഞ SCT ട്രിവാൻഡ്രത്തുണ്ട്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, പോളിമർ എഞ്ചിനീയറിംഗ് ഉണ്ട്, പ്രിന്റിംഗ് ടെക്നോളജി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ കേരളത്തിൽ ഓഫർ ചെയ്യുന്നത്. അതിൽ കുറേയൊക്കെ സെൽഫ് ഫിനാൻസിങ് കോളേജസും കുറച്ചൊക്കെ ഗവൺമെൻറ് കോളേജസുമാണ് ഈ കോഴ്സസൊക്കെ ഓഫർ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഇഷ്ടം എന്താണോ ആ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ മുമ്പിൽ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ ChatGPT പോലെയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ LinkedIn പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ കോളേജിൽ നേരത്തെ പഠിച്ചവരറിയാമെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് നോർമലി ഒരു CS എടുത്ത് അതിനുശേഷം ഇതിന് പോവുക എന്നൊരു ഐഡിയയിൽ നിന്ന് മാറി കൂടുതൽ കോഴ്സുകളെക്കുറിച്ച് റിസർച്ച് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ കോഴ്സുകളിൽ തന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നല്ല എക്സ്പോഷർ കിട്ടുന്നത്, ഇപ്പോൾ ഈ പറഞ്ഞ കോളേജസിനേക്കാളും കൂടുതൽ എക്സ്പോഷർ കിട്ടുന്ന വേറെ ഒരുപാട് കോളേജസ് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട്. സോ അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ JEE എക്സാം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ആ JEE എക്സാം എന്ന് പറയുന്നത് ഇനി വരുന്ന ജനുവരി ഇപ്പം
ഇപ്പോൾ +2 കഴിഞ്ഞവർക്കൊക്കെ എഴുതാൻ പറ്റുന്ന പരീക്ഷയാണ്. ഈ വരുന്ന ജനുവരിയിലും ഏപ്രിലുമായിട്ട് 2 ഷിഫ്റ്റുകളിലായിട്ടാണ് JEE എക്സാം നടത്തുക. സോ ഈ JEE എക്സാം വഴി നമുക്ക് IITകളിലേക്കും NITകളിലേക്കും IIITകളിലേക്കും ഒക്കെ ഞാൻ ഈ പറഞ്ഞ കോഴ്സുകൾക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞ കുറച്ചും കൂടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന കോളേജസ് നമുക്ക് ഈ പറഞ്ഞ അതേ കോഴ്സുകൾ അല്ലെങ്കിൽ ഇതിലും കൂടുതൽ വെറൈറ്റി ഓഫ് കോഴ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലമാണെങ്കിലും +2 മാത്രം, ഇപ്പോൾ JEE എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം +2 മാത്രം പഠിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നോളജ് വെച്ച് JEE പോലുള്ള എക്സാംസിനൊക്കെ എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കഴിഞ്ഞ വർഷത്തെ സൈലത്തിൻ്റെ ഈ വർഷത്തെ സൈലത്തിൻ്റെ JEE അഡ്വാൻസ്ഡ് റിസൾട്ട് എന്ന് പറയുന്നത്. ഈ വർഷം +2 മാത്രം, കഴിഞ്ഞ കൊല്ലം +2 മാത്രം പഠിച്ചുകൊണ്ട് JEE എഴുതിയപ്പോൾ അവർക്ക് കിട്ടിയ 2 സ്റ്റുഡൻസിന് കിട്ടിയ പെർസെൻറ്റേജ് 64% അടുത്തായിരുന്നു. വളരെ കുറഞ്ഞ സ്കോർ തന്നെയായിരുന്നു. അതിനുശേഷം അവർ IIT എയിം ചെയ്ത് ഒരു വർഷം സൈലത്തിനൂടെ റിപ്പീറ്റ് ചെയ്യുകയും ആ റിപ്പീറ്റിലൂടെ അവരിപ്പോൾ IITയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കോഴ്സ് കുറച്ചും കൂടി ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോളേജിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ലൊരു എക്സ്പോഷറുള്ള പ്ലേസ്മെൻ്റ് ഉള്ള കോളേജസിൽ അവർക്ക് പഠിക്കാൻ സാധിച്ചു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ യു ക്യാൻ ഒബ്വിയസ്ലി ചൂസ് എന്താണ് ഈ പറഞ്ഞ പോലെ ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് അതിന് വേണ്ടി എഫേർട്ട് എടുത്ത് മാക്സിമം ഈ പറഞ്ഞ കോളേജസിൽ നല്ല കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാം. ഏകദേശം 79ഓളം കോളേജസ് അല്ലെങ്കിൽ IIT തന്നെ 23ഓളം IITs ഉണ്ട്, NIT തന്നെ ഒരു 32ഓളം NITs ഉണ്ട്. അതേപോലെ തന്നെ IIITs ഉണ്ട്, 10-20ഓളം IIITs ഉണ്ട്. സിമിലർലി ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ഏകദേശം ഒരു 50-ന് മുകളിൽ. അപ്പോൾ ഇത്രയും കോളേജുകളിലേക്ക് ഈ പറഞ്ഞ വെറൈറ്റി കോഴ്സുകളിലും നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൊറിസോൺ കുറച്ചും കൂടെ വലുതായി നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കീം റിലേറ്റഡ് ആയിട്ട് കീമിൻ്റെ സ്കോർ വെച്ച് നിങ്ങൾക്ക് കോളേജസ് ചൂസ് ചെയ്യാം. ഇനി വരുന്നത് നമുക്കിനി അലോട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെയാണ്. അപ്പം ഏതൊക്കെ കോളേജസ് ആണ് ഈ പറഞ്ഞ കോഴ്സുകളിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളതെന്നൊക്കെ നമുക്കിനി അനലൈസ് ചെയ്യാം. സോ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.